പ്രത്യേകിച്ച് മക്കളൊക്കെയുള്ള മാതാപിതാക്കളുണ്ടല്ലോ, അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. കുറച്ച് സമയം പോകായിരിക്കും, പെർഫെക്ഷൻ കുറച്ച് കുറവായിരിക്കും, അത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അന്ന റോസിന് ആദ്യത്തെ ഒരു മാസം കൃത്യമായിട്ട് ബാഗെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് കൊടുത്തേ. അതിനുശേഷം അംഗൻവാടി പോകാൻ കുറച്ച് താമസിച്ചെന്ന് പറഞ്ഞാലും ആരും ഒരു പരിധി കഴിഞ്ഞ് പുറകെ നടന്ന് ബാഗ് എടുത്ത് വെച്ച് കൊടുക്കുന്നു, എല്ലാം ചെയ്ത് കൊടുക്കുകയല്ല. ഒരു സ്ലേറ്റും ചോറ്റുപാത്രം നിർബന്ധമാണ്. പിന്നെ അവളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് പറ്റുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തിരികെ കയറ്റിക്കൊണ്ട് പോകും. എല്ലാം കൂടെ കുത്തിക്കയറ്റി എന്ത് ചെയ്താലും ഇത് അടയുന്നില്ല. ഞാനത് അവിടെ നോക്കിക്കൊണ്ട് നിന്നു. അവസാനം അച്ഛ ഇത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനതൊന്ന് ഞെക്കി കൊടുത്തു. സംഭവം സെറ്റായി. പക്ഷേ അടച്ചു കൊടുത്തില്ല. അവൾ തന്നെ അടയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു കാര്യമാണെന്ന് ചോദിച്ചാൽ കുഞ്ഞു പിള്ളേർക്ക് ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ചില കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അവർ സോൾവ് ചെയ്യാൻ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളെ തന്നെ ഡീൽ ചെയ്യുന്ന തരത്തിലേക്ക് അവർ പെട്ടെന്ന് വളരും നമുക്ക് കാണാൻ പറ്റും. വീട്ടിൽ നിന്ന് എവിടെ പോയാലും ഈ രൂപക്കൂടിൻ്റെ അടുത്ത് കുറച്ച് സമയം നിൽക്കാതെ പോകാറില്ല. അതിൻ്റെ പേരിലൊരു കുറവ് സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് തന്ന ബലം ചില്ലറയൊന്നും അല്ലതാനും. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അനുകരിക്കുന്ന അന്ന റോസ് ഇതും ചെയ്യുന്നത് കണ്ടപ്പം തടഞ്ഞില്ല. അവൾ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ബാഗ് നിറച്ച സാധനങ്ങളുമായിട്ടാണ് അംഗൻവാടി പോകുന്നത്. ഒരു കാര്യം ഉറപ്പ്, ഇന്ന് അംഗൻവാടിയിൽ ഷീ വിൽ ബി വെരി ക്രിയേറ്റീവ്. രാവിലെ കുറച്ച് കാര്യം സ്വന്തമായി ചെയ്തതിലുള്ള ആത്മവിശ്വാസത്തോടെ അവൾ പടിയിറങ്ങുവാണ്. അന്നേരമാണ് കൊപ്ര ചാക്ക് കണ്ടത്. അതിൽ നിന്നൊരു വെട്ട് കടിക്കാനും എടുത്തു. പറയണ്ടല്ലോ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ.